ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ട് ഞാനൊരു 6:30 ആയപ്പോഴത്തേക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ആകാശവും കിളികളെയൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തന്നെ ചെന്ന് ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടും ഗേറ്റും തമ്മിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ തുറന്നിട്ട് നേരെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും മുറ്റത്ത് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഓക്കെ അല്ലാത്തൊരു ദിവസമായിരുന്നു. എൻ്റെ തലയിലെല്ലാം ഇങ്ങനെ മന്ദത പിടിച്ച് തലവേദന പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. 2-3 ദിവസം കൊണ്ട് എനിക്കിങ്ങനെ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നത്തിലായിരുന്നു ഞാനും. എന്ത് ചെയ്യണം, ഇനി എന്തോ ആണ് എന്നൊന്നും അറിയാതെ ഇങ്ങനെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന ശേഷം ഞാൻ വിചാരിച്ചു പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഈ ഒരു മന്ദത സംഭവമൊക്കെ മാറും എന്ന് വിചാരിച്ച് ഞാൻ പല്ലുമൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ഒരു സാധനം കൂടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ശല്യമാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ശല്യമാണ്. കൂടെ നടന്ന് തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ എന്തും ചെയ്യുന്നൊരു ടീമാണിത്. അങ്ങനെ കുറേ നേരത്തെ ചാട്ടവും ഓട്ടമൊക്കെ ചില നേരത്ത് ഭയങ്കര ഓണാണ്, ചില നേരത്തൊക്കെ അങ്ങ് ഓഫായി പോവാറുണ്ട്. ഇന്ന് ഭയങ്കര ഓണായിരുന്നു. രാവിലെ തന്നെ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തീറ്റി എന്നും പറഞ്ഞുകൊണ്ട്. ഇന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പിണങ്ങി വന്ന് കിടക്കുകയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ശരിക്കും ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതെ തളർന്നു വന്നൊരു കിടപ്പാണിത്. അങ്ങനെ ഒരു മുറിയിലോട്ട് നോക്കി ഇങ്ങനെ കാവലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ മുറി തുറന്നതും ഓടിപ്പോയി വീണ്ടും അവിടെ കാവലിരിക്കുകയാണ് തീറ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കോവയ്ക്ക എടുത്ത് ചെറുതായിട്ട് അരിയാണ് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ഇത് എൻ്റെ തലയിൽ നിന്ന് പോയിട്ടില്ല. ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറി ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്ക് കുക്ക് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അതിനൊക്കെ അമ്മ എന്നെ ഓടിക്കും. എന്ന് വെച്ചാൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ചിലവാക്കും. പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റയിലും ഒക്കെ ഓരോ റീൽസും ഒക്കെ കാണത്തില്ലേ, അപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോരുത്തർ ഉണ്ടാക്കുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കി തിന്നാനായിട്ട് തോന്നും. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പരീക്ഷിക്കാറുണ്ട്. ചിലതൊക്കെ നല്ല ഫ്ലോപ്പായി പോകും, പിന്നെ ചിലതൊക്കെ ചെറുതായിട്ട് കൊള്ളാവുന്ന ചിലതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് ഞാനതൊക്കെ പരീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് എൻ്റെ ഒരു പരീക്ഷണം ഞാൻ ഇതിൽ നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാം ചിലവാക്കി ഞാൻ പരീക്ഷിക്കാറുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ സ്ഥിരം ജോലിയാണ് ഈ ഒരു പാത്രം കഴുകലെന്ന് വിചാരിച്ചത്. ഞാൻ ഇന്നും കഴുകും. ഇങ്ങനെ കഴുകി വീടൊക്കെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നമ്മളെല്ലാവരും എല്ലാ വീട്ടിലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതും കൂടെ ചേർത്തെടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കഴുകിയൊക്കെ വെച്ചിട്ട് ഞാൻ നേരെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. നമുക്കിന്ന് 2 സംഭവം ഉണ്ടായിരുന്നു, പുട്ടും ഉപ്പുമാവും ചായയും. ഇതിൽ നിന്ന് 2 എണ്ണത്തിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കൂട്ടി ഞാൻ ഇതെല്ലാം കഴിച്ച ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു നമുക്ക് മുകളിൽ പോയി ചെടിക്കുമൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പോയി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മീനാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ചോർച്ചയുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വെള്ളം ഒഴിച്ചാലും അതിങ്ങനെ ചോർന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മീൻ ചത്തും പോയി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയും ഇതിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പൂളുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ മുകളിലുള്ള കുറച്ച് ചെടിക്കും കാര്യത്തിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമുക്ക് കുറച്ച് കൃഷിയും പച്ചമുളക് അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് അത്യാവശ്യം ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു ടെറസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഷീറ്റ് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇപ്പം ചെയ്യാറില്ല. എങ്കിലും നമുക്ക് വെയിൽ കിട്ടുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കൃഷിയുടെ സംഭവങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ കാടാണ് കേട്ടോ. മൊത്തം ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ വീട്ടിലെ വിശേഷങ്ങളും നാട്ടിലെ വിശേഷങ്ങളും ഓരോരുത്തരെയൊക്കെ കുറിച്ച് നമ്മൾ 4 പേരിരുന്ന് പറയുമ്പോൾ വേറെ ആരും കേൾക്കത്തില്ലല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാവരെയും പറ്റി തമാശയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കുറേ നേരം നമ്മളെപ്പോൾ പറഞ്ഞാലും ഇങ്ങനെ ഈ ഒരു 2 സാധനം എന്ന് വെച്ചാൽ അമ്മയും മോനും എന്ന് വെച്ചാൽ ഭയങ്കര ചിരിയും കളിയും തമാശയാണ് കേട്ടോ. 24 മണിക്കൂറും അതിൻ്റെ കൂടെ പാട്ടുമുണ്ട്. എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനുണ്ടാക്കിയ മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു നാരങ്ങ വെള്ളം
ഉണ്ടാക്കി കുഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു. ഈ ഒരു നാരങ്ങയെന്ന് വെച്ചാൽ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ തോടൊക്കെ നന്നായിട്ട് തന്നെ പന്നലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് കൊള്ളാവോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കളയണ്ടാന്ന്. നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം എന്നും പറഞ്ഞു ഞാനങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെടുത്ത് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് പന്നലൊന്നും ആയിട്ടില്ല. തോട് കുറച്ചിങ്ങനെ ഒരു കളർ ചേഞ്ചും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറച്ചധികം നാളായി ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട്. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് എനിക്ക് മാത്രം ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഉറുമ്പുള്ള പഞ്ചസാരയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും അതേപോലെ തന്നെ പയറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇത് എടുത്ത് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ ടെറസിൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എത്രാമത്തെ വട്ടമാണ് ഈ ടെറസിൻ്റെ മുകളിൽ വന്നിങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതിനകത്ത് ഞാൻ കുറേ നേരം ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. എനിക്കിങ്ങനെ വീണ്ടും അകത്ത് തന്നെ ഇരിക്കുന്നതിലും ഭേദം ഞാനിങ്ങനെ വെളിയിലിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ. എനിക്കങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ടെറസിൽ പോയി കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അച്ഛനും അമ്മയും കൂടെ കടയിലോട്ട് വെളിയിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം ഇപ്പം ഫേമസ് ആയിരിക്കുന്ന ഈ ഒരു ബോശേറ്റി ഉണ്ടല്ലോ, അതൊരു 3 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ നമ്മളിങ്ങനെ ഒരു 3 പാക്കറ്റ് വാങ്ങിച്ചതിനകത്ത് നമുക്ക് 100 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ 3 ഇതും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനിയനാണ് കേട്ടോ, ഇത് എൻ്റെ ആങ്ങളയാണ്. അവൻ്റെ ചായ ഇടലാണ്. എന്തോ പറ്റിയെന്ന് പറഞ്ഞുകൂടാ, ഇന്ന് ചായ ഇടുന്ന സമയമായപ്പോഴത്തേക്ക് ചായ ഇടാമെന്ന് പറഞ്ഞിട്ട് പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനൊരു ഗ്ലാസ് തന്നെ ആ ഗ്ലാസ് ചായ നമ്മുടെ അച്ഛൻ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ പോയി വേറൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറേ നേരം വീണ്ടും ഇങ്ങനെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ നേരം ഇങ്ങനെ കഥ പറച്ചിലായിരുന്നെന്ന് തോന്നും. അത് കഴിഞ്ഞിട്ട് കുറേ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വൈകുന്നേരം അല്ല കേട്ടോ, ശരിക്കും രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാനിപ്പൂരിക്ക് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ആളുമില്ല അനക്കവും ഇല്ല ഒന്നുമില്ലാതെ കടയും കാര്യങ്ങളൊക്കെ അടച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കടയൊക്കെ ഇപ്പം അടയ്ക്കും. അങ്ങനെ നമ്മൾ നേരെ തന്നെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ മസാലപ്പൂരി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ 1ഉം 2ഉം ഐറ്റം 2 ഐറ്റം നമ്മളവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്കവാറും പോകുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പം ഇതും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നേരെ കിടന്നുറങ്ങും. അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. വലിയ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.